ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു IT ഇൻഫോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സിപ്പ് ഫയലിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സിപ്പ് ഫയലിലേക്ക് മാറ്റുമ്പോൾ അതിന് പാസ്വേഡ് കൊടുക്കും. പിന്നീട് ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ തന്നെ അതിൻ്റെ പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു സിപ്പ് ഫയലിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് കാലി ലിനക്സിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ടൂളുണ്ട്. ജോൺ ദ റിപ്പർ എന്നാണ് ടൂളിൻ്റെ പേര്. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു സിപ്പ് ഫയലിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സിപ്പ് ഫയൽ എടുത്തിട്ടുണ്ട്. unlockme.zip എന്നാണ്. ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ആക്കി അതിനുള്ളിൽ വീണ്ടൊരു ഫയലുണ്ട്. ഈ ഫയലിലാണ് പാസ്വേഡ് ഉള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെ ഈ ഒരു ഫയലിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായി ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവുന്ന ലൊക്കേഷൻ എന്നുള്ളത് /ഹോമിൻ്റെ ഉള്ളിൽ കാലി എന്ന ആ യൂസറിനുള്ളിലാണ് ഉള്ളത്. നമുക്കത് നമ്മുടെ ഫയൽ കിടക്കുന്ന ഡെസ്ക്ടോപ്പിലാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യണം, ഡെസ്ക്ടോപ്പിലേക്ക് ചേഞ്ച് ചെയ്യണം. CD സ്പേസ് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിലെത്തി. അവിടെ നിന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫയൽ കാണാൻ പറ്റും, unlockme.zip എന്ന്. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫയൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ MD5 അല്ലെങ്കിൽ SHA-256 അങ്ങനെ ഏതെങ്കിലും ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പാസ്വേഡ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ പാസ്വേഡ് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് എന്താണെങ്കിലും അതിനൊരു ഹാഷിംഗ് രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സിപ്പ് ഫയലിൽ നിന്നും അതിൻ്റെ ഹാഷ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്, ടൂൾ സെയിം ആണ്, zip to John space ഏത് സിപ്പ് ഫയലിൻ്റെ പാസ്വേഡിൻ്റെ ഹാഷ് ഫയൽ നമുക്ക് വേണമെങ്കിൽ ആ പേര് കൊടുക്കുക. അപ്പോൾ unlockme.zip എന്ന് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഫയലിന് നമ്മൾ ആ ഒരു ഹാഷ് ഫയൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനൊരു പേര് കൊടുക്കുക. ഞാൻ അൺലോക്ക് തന്നെ കൊടുത്തു. ഓക്കെ, ഇവിടെ കമാൻഡോട് ഉദ്ദേശിക്കുന്നത് unlockme.zip എന്ന ആ ഒരു ഫയലിൻ്റെ ഹാഷ് അൽഗോരിതം മൊത്തം എന്ത് ചെയ്യണം, അൺലോക്ക് എന്നൊരു ടെക്സ്റ്റ് ഫയലിലേക്ക് സ്റ്റോർ ചെയ്യണം. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ താഴത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അൺലോക്ക് എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ അതിൻ്റെ ഹാഷ് ഫയൽ ഉണ്ടായിരിക്കും. അത് കാണാൻ വേണ്ടി നമ്മൾ കാറ്റ് സ്പേസ് അൺലോക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാഷ്. അതായത് ഇത് ഇതിൻ്റെ ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റാണ്. ഇതിൽ നമ്മൾ ആ പാസ്വേഡ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാനാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ $സിമ്പിൾ തൊട്ട് ഈ $സിമ്പിൾ തൊട്ട് അടുത്ത് ഈ $സിമ്പിൾ വരെയാണ് അതിൻ്റെ ഹാഷ് എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും ശരിക്കും പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തതിനുള്ളിൽ നിന്ന് വീണ്ടും ആ പാസ്വേഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ജോൺ സ്പേസ് ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. അത് അൺലോക്ക് എന്ന് കൊടുക്കുക. നേരത്തെ കൊടുത്ത സിപ്പ് ഫയലിൻ്റെ പേരല്ല, പുതിയത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ അതിൻ്റെ പേര് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ പാസ്വേഡ് ഉണ്ട്, വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 എന്നാണ് ഈ ഫയലിൻ്റെ പാസ്വേഡ്. ഇപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പാസ്വേഡ്സ് കൊടുക്കുക, ലെങ്ത്തുള്ള പാസ്വേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം ലോഡ് ചെയ്ത ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് സിമ്പിൾ പാസ്വേഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നമുക്ക് പാസ്വേഡ് കണ്ടെത്തിയിരുന്നുണ്ട്. 1 2 3 4 5 എന്നാണ് ആ ഫയലിൻ്റെ പാസ്വേഡ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് എന്ന ഫയൽ ഓപ്പൺ ആക്കിയിരുന്നു. ഇതിൽ പാസ്വേഡ് കൊടുക്കുന്നു 1 2 3 4 5. ഓക്കെ, ഇവിടെ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്വേഡ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടി ലെങ്ത് ഏറിയ പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ക്രാക്കിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.